ഔലിയാക്കളുടെ വിലായത്തിന് ഉയർന്ന പദവിനെ നിന്റെ തലയിൽ ഞാൻ ഏറ്റിവെച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ ഇത് എന്റെ ദൗത്യമാകുന്ന ഈ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി ഇന്ത്യയിൽ നീ പോകണം. അപ്പോൾ ഉപ്പാപ്പയായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, അവിടുന്ന് എവിടെയാണ് ഉപ്പാപ്പ ഇന്ത്യ? ഇന്ത്യയിൽ എവിടെയാണ് പോകേണ്ടത്? അവിടുന്ന് പല ചരിത്രകാരന്മാർ പഠിപ്പിക്കുന്നു, പല റിപ്പോർട്ടുകളുണ്ട്. ഒരു ആപ്പിൾ എടുത്ത് കാണിച്ചു എന്നും, അല്ലെങ്കിൽ കയ്യിന്റെ ഭൂപടം എടുത്ത് കാണിച്ചു എന്നും, കയ്യിന്റെ വിരൽ ചൂണ്ടി കാണിച്ചു എന്നും. ഇന്ത്യ ഈ ഭാഗത്താണ്. നീ അവിടെ അത് കേന്ദ്രീകരിച്ചുകൊണ്ട് നീ ദീനിന്റെ പ്രചരണം നടത്തണം. നിന്റെ മസ്കനുക ഫിൽ അജ്മീർ, നിന്റെ പാർപ്പിട സ്ഥലം, നീ നിൽക്കേണ്ട സ്ഥലം അജ്മീറാണ് എന്ന് ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളെ മാത്രമല്ല, ഞാൻ ഇന്ത്യയുടെ കുത്തുബാക്കിയിരിക്കുന്നു എന്ന്. ഇപ്പോഴത്തെ ഇന്ത്യയല്ല, ബംഗ്ലാദേശവും പാകിസ്ഥാനും ഒന്നിച്ചിട്ടുള്ളതായ ഇന്ത്യ, ആ ഇന്ത്യയുടെ കുത്തുബ, ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററായി ഞാൻ നിന്നെ ആക്കിയിരിക്കുന്നു എന്ന്. ഇത് സാധാരണ ഇലക്ഷന് കൊണ്ട് വോട്ട് കൊണ്ട് ജയിച്ചിട്ട് വരികയല്ല. ഇത് ലോകത്തിന്റെ നേതാവ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന പ്രകാരം അവിടുത്തെ പൊരുത്തത്തോടു കൂടി ഖാജാ തങ്ങൾ വരികയാണ്. ദീനിന്റെ പ്രചരണം നടത്തി ഞാൻ നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, അവിടുത്തെ ഒരൊറ്റൊരു കറാമത്ത്, ഹനാസാഗർ എന്ന് പറയുന്ന വലിയ തടാകം, അവിടുത്തെ രാജാവിനോട് അത് വേണ്ടുന്നത് പോലെ ഇനി വരുന്ന പ്രാസംഗികന്മാർ വിശദീകരിക്കും. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ നല്ലപോലെ ഉദ്ഘാടനം ചെയ്യാനുണ്ട്. അത് ഉസ്താദ് അവർകൾ പറയും. ഹനാസാഗർ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ പലപ്പോഴും അജ്മീറിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ടാകാം. ഒരു അല്പം വെള്ളം അവിടുത്തെ രാജാവിനോട് ചോദിച്ചപ്പോൾ തരില്ല എന്ന് പറഞ്ഞ സമയത്ത് സ്വന്തം മുരീദിനെ ചെറിയ പാത്രം കൊണ്ട് അതിൽ നിന്ന് മുക്കിക്കൊണ്ടുവരാൻ വേണ്ടി കൽപ്പിക്കുകയും ആ ഹനാസാഗർ എന്ന് പറയുന്ന ആ വലിയ കുളത്തിലുള്ള എല്ലാ വെള്ളവും ഈ പാത്രത്തിലാവുകയും ചെയ്തു. അതാണ് ബഹുമാനപ്പെട്ടവരുടെ കറാമത്ത്. അങ്ങനെ വലിയ ചൈതന്യം സൃഷ്ടിച്ചു, ഇസ്ലാമിന് വേണ്ടി പ്രചരണം നടത്തി ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ വഫാത്താവുകയും ചെയ്തു. ആ ഖാജാ തങ്ങളുടെ കറാമത്തുകളോ അവിടുത്തെ മദുകളോ പറയുകയല്ല, ബർക്കത്തിന് വേണ്ടി മാത്രം പറഞ്ഞതാണ്. ആ ഖാജാ തങ്ങളുടെ ആണ്ടുകൾ പല നാൾ ലോകത്ത് ഒന്നാകെ നടക്കുകയാണ്. നമ്മുടെ ഈ മഹത്തായ മറനാട്ടിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ വന്നിട്ട് ഏകദേശം 10 കൊല്ലം കഴിഞ്ഞു. ഇത് 15ാമത്തെ കൊല്ലം, ഞാൻ വന്നിട്ട് 3 കൊല്ലമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് അറിയാത്തത്. 15 കൊല്ലം കഴിഞ്ഞു. നമ്മുടെ ഈ മഹത്തായ ഈ നാടിന് സലാത്ത്, ആഴ്ചയിൽ സലാത്ത് നിർവഹിക്കുകയും മാത്രല്ല മാസത്തിൽ ഒരിക്കൽ ബദ്ർ മൗലിദ് നല്ല വിവരമായി കൈക്കാൻ നമ്മോട് കൽപ്പിക്കുകയും അതിന് നേതൃത്വം നൽകുകയും മാത്രല്ല അതേപോലെ തന്നെ ആണ്ടിൽ വളരെ വിപുലമായി ബഹുമാനപ്പെട്ട അത്താഉർ റസൂൽ ഖാജാ മുഈനുദ്ദീൻ അൽ ജിസ്സി തങ്ങളുടെ ഈ മഹത്തായ ഇതുപോലെയുള്ള വേദികൾ 8 കൊല്ലമായി നടത്തിക്കൊണ്ടുവരുന്നത്. ഇന്നത്തെ മഹത്തായ ഈ മജ്ലിസ് ഖാജാ തങ്ങളുടെ ഒരു ആണ്ടും കൂടിയാണ്. ഇവിടെ ധാരാളം മുഅ്മിനീങ്ങൾ ഈ ഖാജാ തങ്ങളുടെ ആണ്ടിന് വേണ്ടി, ഈ മൗലിദിന് വേണ്ടി സദഖകൾ കൊടുത്ത് ധാരാളം അതിന് ഫലം കിട്ടിയത് ഉസ്താദ് അവറുകൾ നിങ്ങളോട് ഉദ്ഘാടന പ്രസംഗത്തിൽ പറയും. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഏതായിരുന്നാലും എന്റെ മുഅ്മിനീങ്ങളെ, ഞങ്ങളെ ഈ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം 30 വീടുകളേ ഉള്ളൂ. അത് നിങ്ങൾ ഈ 30 വീട് എന്ന് പറയുമ്പോൾ എണ്ണത്തിൽ മാത്രമാണ്, വണ്ണത്തിലില്ല. എല്ലാവരും കൂലിപ്പണിക്ക് പോയി അതിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും അവർക്ക് കഴിവിന്റെ പരമാവധി അതാ ആഴ്ചയിൽ ഇവിടുന്ന് പള്ളിയിലേക്ക് കൊടുത്ത് അതിൽ ചെറിയ തുക കൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെയും ഉസ്താദന്മാർക്ക് ശമ്പളം കൊടുക്കുകയാണ്. മാത്രല്ല ഇവിടെ എന്റെ മുഅ്മിനീങ്ങളെ ശരിക്കായ നിലക്ക്, ശരിക്കുന്നല്ല, ഒരു ചെറിയൊരു തോതിൽ ശമ്പളം കൊടുക്കുകയാണെങ്കിൽ ഇവിടെ 30,000 മാസത്തിൽ പൈസ വേണം എന്റെ മുഅ്മിനീങ്ങൾ. നമുക്ക് ഈ നാട്ടിൽ എല്ലാ നിലക്കും സ്വരൂപിച്ച് കിട്ടുന്നത് ഏകദേശം എനിക്കറിയാവുന്ന നിലക്ക് ഒരു 10-ലധികം ഉറുപ്പിക മാത്രമേ ഉള്ളൂ. ബാക്കി 20,000 ഉറുപ്പിക കടവും മറ്റും നിലക്കുള്ള ഈ നിലക്കാണ് മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് പോകുന്നത്. എന്റെ മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട നമ്മുടെ സദർ ഉസ്താദ് അവറുകളും ഖതീബ് ഉസ്താദ് അവറുകളും ഇവിടെ സഅദി ഉസ്താദ് അവറുകളും നല്ലപോലെ ഈ നാട്ടിന് വേണ്ടി